എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല? അപ്പോൾ ഞങ്ങളുടെ പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ പ്രഷറിന് കാരണമാണ് ഇന്ന് ഈ സ്ഥിതി വരെ SIT പോകുന്നത്. ഇത് ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത് കൃത്യമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അത് കൃത്യമായി നമ്മൾ ജനങ്ങൾ ആവശ്യമാണത്. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിനെ സഹായിച്ചത്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ SIT ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. നോക്കൂ, ഇതിൽ ആർക്കും ഒരു സംശയമില്ല. ആദ്യത്തെ ദിവസം മുതൽ സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഈ സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാരല്ലേ, ഒരു ഈച്ചയും സർക്കാരിൻ്റെ അനുവാദമില്ലാണ്ട് ചെയ്യാൻ കഴിയില്ല. ഒരു പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഗവൺമെൻറ് അല്ലേ. എന്നിട്ടാണ് 4.5 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട്. ഇത് 100% ജനങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം, അന്വേഷണം നടക്കണം. SIT ആണോ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണോ അത് ചെയ്യണം. അതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും, സമരം ചെയ്യും, പ്രതിഷേധിക്കും എന്ന് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. ഈ പൊളിറ്റിക്കലി ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ല, നോക്കൂ, ഇത് ഒരു സാമാന്യ ബുദ്ധിയായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഇതിനെ ആലോചിക്കുമ്പോൾ ഇത് പിണറായി വിജയന്റെ സർക്കാരാണ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.